EVM വോട്ടിംഗ് മെഷീനെ കുറിച്ച് നാടാകെ ഉയർന്ന ആശങ്കകൾ ശരിവെക്കുകയാണിപ്പോൾ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ദിവസം രാത്രി 8 മണിക്ക് പുറത്തുവിട്ട കണക്കും അന്തിമ കണക്കും തമ്മിൽ കോടികളുടെ വ്യത്യാസമുണ്ടെന്നാണ് കണ്ടെത്തൽ. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള വോട്ട് ഫോർ ഡെമോക്രസി നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. 4,65,46,885 വോട്ടുകളുടെ വ്യത്യാസമാണ് രണ്ടും തമ്മിലുള്ളത്. മൊത്തം വോട്ടുകളുടെ എണ്ണത്തിലുണ്ടായ ഈ വൻ അന്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിപൂർവകമായ നടത്തിപ്പിൽ തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. 15 സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വത്തിലുള്ള NDA വിജയിച്ച 79 സീറ്റുകളിലെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ സീറ്റുകളിൽ പലതിലും NDA സ്ഥാനാർത്ഥികൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ദിവസം വൈകിട്ട് പുറത്തുവിടുന്ന ശതമാനവും അന്തിമ കണക്കും തമ്മിലുള്ള അന്തരം ഏകദേശം 1% ഇത്തവണ ശരാശരി 3.2% മുതൽ 6.32% വരെയാണ് 7 ഘട്ടങ്ങളിലായി വർദ്ധിച്ചത്. ഇതിൽ ആന്ധ്രാപ്രദേശിൽ 12.54%, ഒഡീഷയിൽ 12.48% വ്യത്യാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്തിമ വോട്ടിംഗ് ശതമാനത്തിൽ 4.72% വർധന. ഇങ്ങനെ വോട്ട് വർദ്ധിക്കാനുള്ള വിശ്വസനീയമായ കാരണങ്ങളൊന്നും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. ഒഡീഷയിലെ 18 സീറ്റുകൾ, മഹാരാഷ്ട്രയിൽ 11, പശ്ചിമ ബംഗാളിൽ 10, ആന്ധ്രയിൽ 7, കർണാടകയിൽ 6, ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും 5 വീതം, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ 3 വീതം, അസമിൽ 2, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, കേരളം എന്നിവിടങ്ങളിൽ 1 വീതം സീറ്റുകളിലാണ് NDAയുടെ ഭൂരിപക്ഷത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം മറികടന്നത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും സംശയ നിവാരണം നടത്തണമെന്നുമാണ് വോട്ട് ഫോർ ഡെമോക്രസി ആവശ്യപ്പെടുന്നത്. നേരിയ ഭൂരിപക്ഷത്തിൽ NDA സ്ഥാനാർത്ഥികൾ സ്വന്തമാക്കിയ 10 സംസ്ഥാനങ്ങളിലെ 18 സീറ്റുകളിൽ വോട്ടെടുപ്പിനിടെ EVM തകരാറും വോട്ടെണ്ണൽ പ്രക്രിയയിൽ ക്രമക്കേടുമടക്കം ഗുരുതര ആശങ്കകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ബീഹാറിലെ സരൺ, മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ്, ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ്, ഫൽപൂർ എന്നിവിടങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ ബ്യൂറോക്രാറ്റ് MG ദേവസഹായം, ആക്ടിവിസ്റ്റ് ഡോക്ടർ പ്യാരേലാൽ ഗാർഗ്, ടിസ്റ്റ സദൽവാദ്, ഡോൾഫി ഡിസൂസ, ഫാദർ ഫ്രേസർ മഗ്നോസ്, ഖലീൽ ദേശ്മുഖ് എന്നിവരാണ് VFDയുടെ സ്ഥാപകർ. ചുരുക്കത്തിൽ സംവിധാനങ്ങൾ സുതാര്യമായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പാടെ മാറുമായിരുന്നു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന ചൊല്ല് ഓർത്തുപോവുക സ്വാഭാവികമാണിപ്പോൾ.